قضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ദർശനത്തിൽ പ്രഥമവും പ്രധാനവുമായി അല്ലാഹുവിനോടുള്ള കടമകളും കർത്തവ്യങ്ങളുമാണ് വിവരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പറയപ്പെട്ടത്. അല്ലാഹുവിനെ അറിയുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക, 5 നേരത്തെ നമസ്കാരത്തിൽ വലിയ ശ്രദ്ധയും ഗൗരവവും പുലർത്തുക എന്നത്. ഇതിനുശേഷം ഇസ്ലാം വളരെ പ്രാധാന്യത്തിൽ പഠിപ്പിക്കുന്ന ഒന്നാണ് സൃഷ്ടികളോടുള്ള കടമകൾ. അല്ലാഹു തആല ഈ ലോകത്തെ സംവിധാനിച്ചിരിക്കുന്നത് വിവിധങ്ങളായ ബന്ധങ്ങളിലൂടെയാണ്. നാം ഈ ലോകത്ത് പിറന്നത് മാതാപിതാക്കൾ എന്ന വളരെ ഉന്നതമായൊരു ബന്ധത്തെയും നെഞ്ചിലേറ്റിക്കൊണ്ടാണ്. അവിടെ നിന്നിങ്ങോട്ട് നമുക്ക് മാതാപിതാക്കൾ വഴിയായി കുറെ ബന്ധുക്കളുണ്ടാകും, സഹോദരീ സഹോദരന്മാരുണ്ടാകും, അതുപോലെ തന്നെ അയൽവാസികൾ കാണും, മുസ്ലിമീങ്ങളായ നാട്ടുകാരുണ്ടായിരിക്കും, അമുസ്ലിംകളായ സഹോദരങ്ങൾ കാണും. മാത്രമല്ല മൃഗങ്ങൾ, പറവകൾ, ജന്തുക്കൾ, അചേതനമായ വസ്തുക്കൾ എന്നിങ്ങനെ ധാരാളം സൃഷ്ടികളുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നത്. എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാമെന്ന് ഇവിടെ ആർക്കും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് വളരെ പ്രാധാന്യത്തോടെ കൽപ്പിക്കുന്നു, നിങ്ങളെല്ലാവരുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, നിങ്ങളുടെ മനസ്സുകൾ സാഹോദര്യം നിറഞ്ഞതായിരിക്കണം, മനസ്സുകളിൽ നിന്നും വിരോധവും പകയും വിദ്വേഷവും ശത്രുതയും നിങ്ങൾ ഊരിമാറ്റണം. ഈ ലോകത്ത് നിങ്ങൾ സാഹോദര്യത്തോടുകൂടി ജീവിക്കണം. നാളെ പരലോകത്തും പടച്ചവന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല സഹായികളായി പരസ്പരം കഴിയാൻ സാധിക്കുന്നതാണ്. ഈ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടുള്ള കടമകൾ പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ أَلَّا تَعْبُدُوا إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا
നിങ്ങളോട് മാത്രമല്ല ഇസ്രായേൽ സന്തതികളോടും പടച്ചവനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും നാം അതീവ ഗൗരവത്തിൽ കൽപ്പിക്കുകയുണ്ടായി. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽവാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ പടച്ചവനെ ആരാധിക്കണം. അല്ലാഹുവിനോട് വ്യക്തിയെയും ശക്തിയെയും നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കളോട് വളരെ നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം. സൂറത്ത് ബനി ഇസ്രായീലിൽ പടച്ചവന്റെ തത്വജ്ഞാനത്തിന്റെ ശേഖരത്തിൽ നിന്നുമുള്ള ഉപദേശമെന്ന് പറഞ്ഞ് നടത്തപ്പെട്ട ഉപദേശത്തിൽ അല്ലാഹു പറയുന്നു, وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ. നിങ്ങൾ പടച്ചവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. വബിൽവാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ വളരെ നല്ല നിലയിൽ വർത്തിക്കണം. എപ്പോഴും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. പ്രത്യേകിച്ചും അവരുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ അവരോട് കൂടുതൽ ആദരവിൽ പെരുമാറേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ നല്ല പിടകിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവർ പ്രായമായി, കിടപ്പിലായി, പ്രായാധിക്യത്തിലായി. ഈ സമയത്ത് ആ പാവത്തുങ്ങൾ നിങ്ങളെ അടിക്കുകയോ ഇടിക്കുകയൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് അവരോട് കൂടുതൽ നല്ല നിലയിൽ വർത്തിക്കേണ്ടതാണ്. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف. അവരിൽ ഒരാളോ രണ്ടുപേരോ നിങ്ങളുടെ അരികിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇതിൽ സൂചനയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്നത് വളരെ അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്. فلا تقل لهما أف. അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. ولا تنهرهما. അവരെ വിരട്ടാൻ പാടില്ല. പാപ്പാക്ക് എന്തറിയാം, ഉമ്മാക്ക് എന്തറിയാം, വിരട്ടാൻ പാടില്ല. وقل لهما قولا كريما. വളരെ ആദരണീയമായ വാക്കുകൾ അവരോട് പറയണം. واخفض لهما جناح الذل من الرحمة. കാരുണ്യത്തിൽ നിന്നും ഉത്ഭൂതമായ വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് മുന്നിൽ നിങ്ങൾ വിരിച്ചു കൊടുക്കണം. പാപ്പയുടെ തലയിൽ ചവിട്ടി നടക്കട്ടെ. പാപ്പയുടെ മുന്നിൽ ഞാൻ ഒരു എളിയ മകനാണ്, മകളാണ്, ഈ ഒരു അവസ്ഥയിലാണ് പെരുമാറേണ്ടത്. ഞാൻ ഡോക്ടറാണ്, പണ്ഡിതനാണ്, ഹാഫിദാണ്, ആലിമാണ്. ഈ കാഴ്ചപ്പാടിനല്ല വാപ്പയുടെ മുമ്പിൽ നിൽക്കേണ്ടത്. വാപ്പയുടെ ഒരു പാവപ്പെട്ട മകൻ, പാവപ്പെട്ട മകൾ. ഒരു വാപ്പയും ഉമ്മയെ കാണുന്നതായ സമയത്ത് നമ്മൾ നമ്മളുടെ ചെറുപ്പത്തിലേക്ക് പോകണം. وَقُلْ رَبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا. പടച്ചവനെ, ചെറുപ്പത്തിൽ അവരെന്നെ പരിലാളിച്ചതുപോലെ നീ അവരോട് കാരുണ്യത്തിന്റെ തേന്മഴ വർഷിപ്പിക്കണമേ. നമ്മൾ ചെറുപ്പത്തിലേക്ക് പോകണം. എഴുന്നേക്കാനും വയ്യ, കമിഴ്ന്ന് കിടക്കാനും വയ്യ. മൂത്രമൊഴിക്കലോട് മൂത്രമൊഴിക്കൽ, കാഷ്ടിക്കലോട് കാഷ്ടിക്കൽ. ആ സമയത്ത് ഉമ്മ ഒരടി തന്നിരുന്നുവെങ്കിൽ നമ്മളിവിടെ ജീവിക്കുകയില്ലായിരുന്നു. വാപ്പ തൂക്കിയിടത്തിൽ ഏറെ എറിഞ്ഞിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ എവിടെയെങ്കിലും കിടക്കുമായിരുന്നു. അവർ വലിയ കരുണ കാണിച്ചു, വലിയ സ്നേഹം കാണിച്ചു. പടച്ചവനെ, അതിനനുസൃതമായി അതുപോലെ നീ അവരോട് കരുണ കാട്ടണമേ പടച്ചവനെ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
അവരോട് മോശമായി പെരുമാറിയത് ഓർമ്മ വരും. അവർ ചെയ്യേണ്ടത് ഈ സമയത്ത് നിയ്യത്ത് ചെയ്യണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കുമെന്ന്. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. അതിനെന്ത് ചെയ്യണം? എല്ലാവരും മദ്രസയിൽ വിട്ടിറങ്ങി നേരെ വീട്ടിലോട്ട് പോകണം. വാപ്പയുടെ കാല് തടയിക്കൊണ്ടിരിക്കണം, ഉമ്മയുടെ കാല് തടയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾ അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ സ്നേഹം, ആദരവ്, അവർ നിങ്ങളെ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കി നിങ്ങൾ നന്നായി പഠിക്കലാണ്. അവർ പാവത്തുങ്ങൾ ഇന്ന് രാവിലെ കമ്പോളത്തിൽ പോയി കാണും മീൻ മേടിക്കാൻ വേണ്ടി. അവരൊറ്റയ്ക്ക് ആഹാരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല മോനില്ലല്ലോ മോളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ആഹാരത്തിലും പാനീയത്തിലൊക്കെ വളരെ കുറവ് വരുത്തി കാണും. ഞാനൊരു വീട്ടിൽ പോയി. വലിയ സമ്പന്നനായ ഒരു സഹോദരന്റെ വീടാണ്. രാവിലെ എന്ത് കഴിച്ച്? സാധാരണ പോലും 3 ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പാവത്തുങ്ങൾ അല്പം അല്പം കഴിക്കും. കാരണം മോൻ ഇവിടെയില്ല, അവരുള്ളപ്പോഴല്ലേ വല്ലതും ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മാതാപിതാക്കളോടുള്ള ആദരവ് കാത്തു സൂക്ഷിക്കണം. ഇപ്പം നിങ്ങൾ നന്നായി പഠിക്കണം, വളരണം, ഉയരണം. അവരോടുള്ള ആദരവ് അതാണ്. പിന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഭയങ്കര കുറ്റബോധം കാണും. എന്റെ വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, അല്ലാഹുവിൽ അവർക്കെല്ലാം മഗ്ഫിറത്ത് റഹ്മത്ത് നൽകട്ടെ. ഇതിനും ഇസ്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ ധാരാളമായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ മഹാനായ ഉസ്താദ് നമസ്കാരത്തിന് ശേഷം റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ദുആ ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ അടിക്കുമായിരുന്നു. പടച്ചവനെ അവരോട് കരുണ കാണിക്കണം, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുമായിരുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യൽ, ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടവരോട് നല്ല നിലയിൽ വർത്തിക്കും. വാപ്പ മരിച്ചുപോയി, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മയോട് വാപ്പയോടുള്ള ആദരവ് കാണിക്കും. ഉമ്മ മരിച്ചുപോയി, വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, ആ വാപ്പയെ അങ്ങേയറ്റം ആദരിക്കും. അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും മരിച്ചുപോയി, മൂത്ത ജ്യേഷ്ഠനുണ്ട്, വാപ്പയുടെ സ്ഥാനത്ത് അദ്ദേഹത്തിനെ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, വാപ്പയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് വാപ്പയ്ക്ക് ശേഷം വാപ്പയുടെ അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നല്ല നിലയിൽ പെരുമാറുക എന്നത്. നിങ്ങളുടെ വാപ്പയ്ക്ക് ജോസഫ് എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. എന്റെ അച്ഛന് വേണ്ടി ഞാൻ താങ്കളോട് ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയണം. പണ്ഡിതന്മാർ ചെയ്തിരുന്നു. അമുസ്ലിമീങ്ങളായ കൂട്ടുകാരന്റെ വാപ്പയ്ക്കുണ്ട്, ഉമ്മയ്ക്കുണ്ട്, അവരോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. എന്റെ ഉമ്മായിക്കൊരു കൂട്ടുകാരിയുണ്ട്, ഹൈന്ദവ സഹോദരിയാണ്, ഒരു കുഴപ്പവുമില്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ താങ്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്നു, അവർക്ക് പ്രസന്റേഷനുകൾ കൊടുക്കും, അവർക്ക് ഉപഹാരങ്ങൾ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാപ്പയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ മാതാപിതാക്കൾ എന്തെങ്കിലും ബാധ്യതകൾ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും വാപ്പയുമ്മയെ ഹജ്ജ് ചെയ്തിട്ടില്ല, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകി, അവരുടെ ഭാഗത്ത് നിന്നും ഹജ്ജ് ചെയ്യിക്കൽ. ഹജ്ജിന്റെ സമയമാണ്. നമ്മളിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഹജ്ജ് ഫർളായി അവർ ഖബറിൽ പോയി കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ ഹജ്ജിനിടയിൽ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ, എന്റെ വാപ്പയ്ക്ക് ഹജ്ജ് ഫർളാണ്, പക്ഷെ യാത്ര ചെയ്യാൻ കഴിവില്ല, ഞാൻ വാപ്പയുടെ ഭാഗത്തു നിന്നും ഹജ്ജ് ചെയ്തുകൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നിന്റെ വാപ്പയ്ക്ക് എന്തെങ്കിലും കടബാധ്യതയുണ്ടെങ്കിൽ നീ കൊടുത്തു വീടുമായിരുന്നു, എന്നാൽ മര്യാദയ്ക്ക് വാപ്പയുടെ ഭാഗത്തു നിന്നും ഹജ്ജ് ചെയ്യും. അല്ലാഹു തആല എല്ലാ ചെറുപ്പക്കാരെയും അനുഗ്രഹിക്കുമാറ്. നമ്മുടെ വീട്ടിലെ ഒരു മുറിയുടെ പൈസ നമ്മൾ മുടക്കിയാൽ നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് സുഖമായി ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ മരണത്തിന് ശേഷവും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി സദഖ ചെയ്യണം. അതിനാണ് അല്ലാഹു മദ്രസ വന്നിരിക്കുന്നത്. മദ്രസകൾക്ക് സേവനം ചെയ്യൽ, വാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ, അവർക്കതിന് പ്രതിഫലം കിട്ടും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ വചനം കേൾക്കിൻ. ഒരു മനുഷ്യൻ മാതാപിതാക്കളോട് മോശമായി വർത്തിച്ചവനായിരിക്കും, പക്ഷെ അവരെ മരണത്തിന് ശേഷം കുറ്റബോധമുണ്ടായി
അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യും. ഹത്താ യുക്തബ ഇൻദല്ലാഹി ബാറ, പടച്ചവന്റെ അരികിൽ അവൻ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിച്ചവനായി രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം നിരാശയല്ല, ഇസ്ലാം പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഇതിനർത്ഥം നമ്മളെല്ലാവരും വാപ്പായുമായി മരിക്കാൻ കാത്തിരിക്കണമെന്നല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ക്രമമായി ഇപ്പൊ മാതാപിതാക്കൾ ഉള്ളവർ വളരെയധികം നല്ല നിലയിൽ അവരോട് പെരുമാറി സൗഭാഗ്യമായി കാണും, അവരോട് അങ്ങേയറ്റം ബഹുമാനം കാണിക്കും, ആദരവ് കാണിക്കും. പാപ്പായുമായ ഒരാളുണ്ട്, അതിനെയും അമൂല്യമായി കാണും. ഇനി ആ പാവത്തുകൾ മരണപ്പെട്ടു പോയി, നമ്മൾ അവർക്ക് വേണ്ടി അധികമായി ദുആ ചെയ്യും. അവരുടെ ബന്ധുക്കളോട്, അവരുടെ കൂട്ടുകാരോട്, അവരുമായി ബന്ധപ്പെട്ടവരോട് വളരെ നല്ല നിലയിൽ വർത്തിക്കും. അതിലൂടെ അല്ലാഹു തആല അവർക്ക് ഗുണം ചെയ്തതായി നമ്മളെ ഗുണം ചെയ്തവരിൽ പെടുത്തുന്നതാണ്. ഇതാണ് മാതാപിതാക്കളോടുള്ള കടമ. വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, എല്ലാ നന്മകളുടെയും തിന്മകളുടെയും യഥാർത്ഥ ഫലങ്ങൾ നാളെ പരലോകത്തിലാണ്. എന്നാൽ ഈ ലോകത്തും നന്മകൾക്കും തിന്മകൾക്കും ഫലമുണ്ടാകുന്നതാണ്. എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഫലമുണ്ടാകുമെങ്കിലും മാതാപിതാക്കളോടുള്ള കടമകൾ, കർത്തവ്യങ്ങൾ പാലിക്കലും പാലിക്കാതിരിക്കലും അതിന്റെ അടി ദുനിയാവിൽ തന്നെ വ്യക്തമായി കിട്ടുന്നതാണ്. അതിന്റെ ഫലവും ദുനിയാവിൽ തന്നെ വ്യക്തമായി കിട്ടുന്നതാണ്. ആരെങ്കിലും വാപ്പയോടും ഉമ്മയോടും നല്ലതിനെ വർത്തിച്ചോ, അള്ളാഹു നമ്മളെല്ലാം അതിൽ പെടുത്തുമാറാകട്ടെ. പൊന്നുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അവരോട് സ്നേഹമുണ്ടോ, ആദരവുണ്ടോ? ഈ ലോകത്ത് തന്നെ പടച്ചവൻ അത്ഭുതം കാണിക്കും. നമുക്ക് ഉറപ്പാണ്, നമുക്ക് പറയാൻ പറ്റും ഇത് എന്റെ ഗുണമൊന്നുമല്ല, വാപ്പയ്ക്ക് സേവനം ചെയ്തതിന് ഗുണമാണെന്ന് നമ്മുടെ മനസ്സ് പറയും. ഇത് എന്റെ ഗുണമല്ല, ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന്റെ ഫലമാണെന്ന് ഉറപ്പായിട്ടും നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞു തരും. അതുപോലെ അല്ലാഹു 100% കാക്കുമാറാകട്ടെ. ആരെങ്കിലും മാതാപിതാക്കളെ വെറുപ്പിച്ചെങ്കിൽ, ദ്രോഹിച്ചെങ്കിൽ പരലോകത്തിൽ കിട്ടുമടി. പക്ഷെ ഈ ലോകത്ത് തന്നെ അല്ലാഹു തആല അതിന്റെ കടുത്ത രീതിയിൽ വർത്തനം നടത്തുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. മഹാനായ ഉസ്താദ് പറയുന്നു, എന്റെ വീടിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ വാപ്പയാണ് ചായയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മകൻ വന്ന് വാപ്പയെ പിടിച്ച് ഓടയിലേക്ക് തള്ളിയിട്ടു. എനിക്ക് വല്ലാതെ ദുഃഖം വന്നു. പക്ഷെ അതിനോടുകൂടി ചോദ്യം വന്നത്, ഈ തള്ളിയിട്ട പയ്യന് ഒരു പെൺകുട്ടിയാണുള്ളത്. തിരിച്ചടി കിട്ടുമെന്ന് പറയുന്നത് പെൺകുട്ടി എങ്ങനെ അടിക്കാനാണ്? പക്ഷെ ഏതാനും വർഷത്തിന് ശേഷം പടച്ചവൻ എന്നെ കണ്ണുകൊണ്ട് കാണിക്കുകയുണ്ടായി. ആ വാപ്പ മരണപ്പെട്ടു. ഈ മകൻ ചായക്കട നടത്തുകയാണ്. ആ അദ്ദേഹത്തിന്റെ മകള് വന്നു. ആ വാപ്പയുടെ ശരീരത്തിൽ മുമ്പ് ഇയാൾ വാപ്പയുടെ ശരീരത്തിൽ പിടിച്ചതുപോലെ പിടിച്ചു. അതേ ഓടയിൽ തന്നെ മറിച്ചിടുകയുണ്ടായി. അതുകൊണ്ട് പൊന്നുമക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള കളി സാധാരണ കളിയല്ല. ആരോടും കളിക്കരുത്. അടുത്ത അധ്യായങ്ങളിൽ ആ വിഷയം വരും. പക്ഷെ മാതാപിതാക്കളോടുള്ള വർത്തനം വളരെ നന്നായിരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ മാതാപിതാക്കൾക്ക് മുന്നിൽ കാരുണ്യത്തിൽ നിന്നും ഉത്ഭൂതമായ വിനയത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, അവരോട് ഇതെല്ലാം വർത്തിച്ചതിനോട് കൂടി തന്നെ എന്റെ കടമ എന്നിട്ട് പൂർത്തിയായില്ലെന്ന് മനസ്സിലാക്കി നിരന്തരം ആ സാധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യണം. അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. അവർക്ക് സലാം പറയണം. എന്തിനാണ് ആ പാവത്തുകൾ മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മളുടെ ആലിമീങ്ങൾ മസ്ജിദുകൾക്ക് ചുറ്റുഭാഗത്ത് ഖബറുകൾ നിർമ്മിച്ചത്? ഖബറാളികൾ മരണത്തെപ്പറ്റി ഓർക്കണം. ആ സാധുക്കൾക്ക് വേണ്ടി സലാം പറയണം. ഇന്ന് ഖബർ സിയാറത്ത് നടക്കണമെങ്കിൽ വലിയ ഉറൂസ്, അതിനുവേണ്ടിയുള്ള പ്രത്യേക നോട്ടീസ്, അതുപോലെ അത് അബ്ദുൽ ഖുതുബുൽ അഖ്താബിന്റെ നേതൃത്വത്തിൽ ഇന്ന് സിയാറത്ത് നടക്കുന്നു. ഒന്നുകിൽ സിയാറത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഒരു സിയാറത്തുമില്ല. സഹോദര, നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. അത് എന്തൊരു കൂലിയാണ്.
നിങ്ങൾ ഈ ജുമാഅത്ത് പള്ളിയുടെ അരികിലൂടെ പോകുന്നു, ഒരു അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറയുന്നു. 10,000-ൽ പരം ആൾക്കാരാണ് കിടക്കുന്നത്. 10,000 വെറും കണക്കാണ്. 10,000 അവിടെ കിടക്കുന്നു. അത്രയും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു എനിക്ക് കൂലി നൽകുന്നതാണ്. നമ്മൾ എന്തിനു പിശുക്ക് കാണിക്കണം? ഞാനൊരു കുൽഹു അല്ലാ ഓതുകയുണ്ടായി. എന്നിട്ട് പടച്ചവന് ഇതിന് സവാബ് ഇവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു ആ കുൽഹു അല്ലായെ 10,000 വീതിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ 10,000 ആളുകളും കുൽഹു അല്ലാ ഓതിയതിന് കൂലി അള്ളാഹു അവർക്ക് കൊടുക്കും. അതിന് കൂലി അള്ളാഹു എനിക്ക് തരും. എന്താണ് ദീൻ? وقل رب ارحمهما كما ربياني صغيرا. റഹ്മാനായ റബ്ബ് നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ, അതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്, സൗഖ്യം, സമാധാനം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാകട്ടെ. രണ്ട് വിഭാഗത്തോടും അള്ളാഹുവിന്റെ വലിയ ഔദാര്യമെന്ന് മനസ്സിലാക്കി വളരെ നല്ലതിന് വർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് റഹ്മാനായ റബ്ബ് മഗ്ഫിറത്ത്, മർഹമത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. رب ارحمهما كما ربياني صغيرا. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأقربائنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ഉപകാരികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ചും റബ്ബേ, ഞങ്ങളുടെ വാപ്പായും ഉമ്മായും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും സൗഖ്യവും സമാധാനവും നൽകണേ അല്ലാഹുവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിഷയത്തിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹുവേ. അവര് പലരും മരണപ്പെട്ടു പോയി അല്ലാഹു. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറുകളിലാണ് അല്ലാഹു. ഞങ്ങളവരെ പറ്റി ഓർക്കുന്നേയില്ല. അവരുടെ വീട്ടിൽ താമസിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ടത് ഞങ്ങളവരെ ഓർക്കുന്നേയില്ല അല്ലാഹു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തതാ അല്ലാഹുവേ. അവരെ ഖബറുകൾ നീ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല വാർത്തകൾ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ, ദീനിലൂടെ നീ ഞങ്ങൾക്ക് വലിയൊരു സമാധാനവും സന്ദേശവും നൽകുകയാണ്. മാതാപിതാക്കളുടെ മരണം അവരുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഒരു സ്ഥലത്തിന്റെ മാറ്റം മാത്രമാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് അവരുമായി കൂടുതൽ ഭംഗിയായ ബന്ധം തരണേ അള്ളാഹുവെ. അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നല്ലതിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അള്ളാഹുവെ. യാ അല്ലാഹ്, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയകൾ, ദുആയെ ആഗ്രഹിക്കുന്നവർ, കടമപ്പെട്ടവർ എല്ലാവരും നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പ്രത്യേകിച്ചും റിഫാദ് സാഹിബിനെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. അദ്ദേഹത്തിന് എല്ലാ നല്ല ആഗ്രഹങ്ങളും സഫലമാക്കണേ അല്ലാഹുവേ. എല്ലാ ദുഃഖങ്ങളും ദൂരീകരിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, അവിടെ ഞങ്ങൾ നാടിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. നീതിയുള്ള ജനങ്ങളോട് കരുണയുള്ള നല്ല ആളുകളെ നീ മുമ്പോട്ട് കൊണ്ടുവരണേ അല്ലാഹുവേ. അക്രമികളെയും വർഗീയവാദികളെയും നീ മാറ്റണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ശാന്തസുന്ദരമായ അന്തരീക്ഷം കൊണ്ടുവരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ അല്ലാഹുവേ, പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല അവസ്ഥ കൊണ്ടുവരണേ അല്ലാഹുവേ. തമിഴ്നാട്ടിൽ നല്ല അവസ്ഥ കൊണ്ടുവരണേ അല്ലാഹുവേ. ബംഗാളിൽ നല്ല അവസ്ഥ കൊണ്ടുവരണേ അല്ലാഹുവേ. ആസാമിൽ നല്ല അവസ്ഥ കൊണ്ടുവരണേ അല്ലാഹുവേ. നല്ല വാർത്തകൾ കേൾക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. മുഴുവൻ അപകടങ്ങൾ, കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം നീ ലോകത്ത് ഉണ്ടാക്കണേ അല്ലാഹുവേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.